കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വിവിധ റോഡുകൾ, ബൈപ്പാസ് എന്നിവയുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയർമാർ, ഓവർസിയർമാർ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ യോഗം കാഞ്ഞിരപ്പള്ളി എം.എൽ.എ. പ്രൊഫസർ റോണി കെ. ബേബി വിളിച്ചു ചേർത്തു. പൊൻകുന്നത്തെ എം.എൽ.എയുടെ ഓഫീസിൽ നടന്ന യോഗത്തിൽ കെ.എസ്.ടി.പി, പി.ഡബ്ല്യു.ഡി, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, കെ.എസ്.ഇ.ബി, വാട്ടർ അതോറിറ്റി സെഷനുകളിലെ എഞ്ചിനീയർമാരും ഓവർസിയർമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മണ്ഡലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകൾ കാലതാമസം കൂടാതെ പൂർത്തീകരിക്കുമെന്ന് ഇവർ ഉറപ്പു നൽകിയതായി എം.എൽ.എ. പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി മണിമല തീരദേശ ലിങ്ക് റോഡിന്റെ മണ്ണനാനി വരെയുള്ള 1-ാം റീച്ച് മണ്ഡലകാലത്തിന് മുൻപ് പൂർത്തിയാക്കുമെന്നും എം.എൽ.എ. പറഞ്ഞു. കൂടാതെ കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, കറുകച്ചാൽ ടൗണുകളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി പുതിയ മിനി ബൈപ്പാസുകൾ അനുവദിക്കുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്നും പ്രൊഫസർ റോണി കെ. ബേബി പറഞ്ഞു. കെ റോഡിന്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് പൊൻകുന്നം ടൗണിൽ പുതിയ ബൈപ്പാസും പ്രതീക്ഷിക്കുന്നതായി പ്രൊഫസർ റോണി കെ. ബേബി പറഞ്ഞു. 3 മിനി ബൈപ്പാസുകൾ, ഒന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നിന്നും അവിടേക്ക് നമ്മുടെ ICIC ബാങ്ക് പഠിക്കൽ ചെല്ലുന്ന കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് റോഡിൽ എത്തുന്ന ഒരു മിനി ബൈപ്പാസ്. 2, അതുപോലെ തന്നെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി പഠിക്കയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ചെറക്കടവ് അമ്പലം പഠിക്കൽ എത്തുന്ന പൊന്നലൂർ മൂവാറ്റുപുഴ ഹൈവേയിലെത്തുന്ന മറ്റൊരു മിനി ബൈപ്പാസ്. പിന്നെ പൊൻകുന്നം പട്ടണവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു മിനി ബൈപ്പാസ്. പിന്നെ പൊൻകുന്നം ഭാഗത്ത് നമ്മളൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താതെ നിൽക്കാനുള്ള കാരണം നമ്മുടെ കെ റോഡിൻ്റെ വിപുലീകരണം വരുന്നു എന്ന ഒരു ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഈ പൊൻകുന്നം ടൗണിൽ നിന്ന് ഒരു വലിയ ബൈപ്പാസ് വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ അലൈൻമെൻറ്റ് ആയിട്ടില്ല. അപ്പം അതിൻ്റെ അലൈൻമെൻറ്റ് കൂടി ഒന്ന് വന്നിട്ട് നമുക്ക് നമ്മുടെ പൊൻകുന്നം ടൗണിൻ്റെ ചുറ്റുമുള്ള മിനി ബൈപ്പാസിലേക്ക് കടക്കാം. എന്നാലും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ചെറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ, വ്യാപാരി വ്യവസായിയുടെ നേതാക്കന്മാരുൾപ്പെടെ നമ്മൾ പ്രാഥമികമായ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. പൊൻകുന്നത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങൾ നമ്മുടെ പരിഗണനയിലുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളിലും നമ്മൾ കൃത്യമായി ഇടപെടൽ നടത്തും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.